കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടികൊടുത്ത് മേടിച്ചത്. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക. ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ? അതും പഴയ നല്ല നല്ല വിലപിടിപ്പുള്ള ചരക്കുകൾ. ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ്സ് ട്രെയിനാ? മാഷ് എന്താ ഈ പറയുന്നത്? കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ കള്ളൻ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് തരികയെ. ആ കള്ളൻ എന്താ തലയ്ക്കല്ല സുഖമില്ലേ? ഏയ്, നല്ല സുബോധമുള്ള കള്ളൻ തന്നെ അവൻ. എല്ലാ കള്ളന്മാരും അവനെ പോലത്തെ കള്ളന്മാരായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. കളവ് പോയി എന്ന് പറഞ്ഞ് എഴുതി തന്ന പരാതികളൊക്കെ പിൻവലിക്കാനാ ഞങ്ങൾ എല്ലാവരും കൂടി വന്നേ. മാഷുടെ മോളുടെ ആഭരണങ്ങൾ മാത്രല്ല, ഈ ഗോവിന്ദൻ കുട്ടിയുടെ വെള്ളിപ്പാത്രങ്ങൾ കിട്ടി, മൊയ്തുവിന്റെ ബാപ്പാന്റെ മെതിയടി കിട്ടി, പണിക്കരുടെ കട്ടില് കിട്ടി, ഈ അമ്മുന്റെ മാലയും കിട്ടി. കള്ളന്മാരിങ്ങനെ തോന്നിയാസം കാണിച്ചാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. ആ കള്ളന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയാവോ? അഡ്രസ് മാത്രമല്ല, ജീവചരിത്രവും കിട്ടിയിട്ടുണ്ട്. സാറ് ആ പേപ്പറൊക്കെ വാങ്ങി മോളിലേക്ക് പറത്തു. മോളിൽ നിന്ന് ആള് വരുമ്പോ ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ നോക്കി. ഇനി പരാതി പിൻവലിക്കുന്നതിൽ സാക്ഷിവെപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ട് തരും. എന്റെ പെങ്ങളുടെ മോളാ ചിന്നമ്മണി. മാഷക്കൊരു പെങ്ങളുണ്ടെന്നും അവർക്കൊരു മോളുണ്ടെന്നും ഞാൻ ഇപ്പോഴാ അറിയണേ. അന്ന് കള്ളം കയറിയപ്പോ ഇവരിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ചോദ്യം ചെയ്യുമ്പോ ഞാനന്ന് കണ്ടില്ല. ഇല്ല, അന്നവൾ ഉടുപ്പിയിൽ എക്സ്കർഷന് പോയതല്ലേ. ഉടുപ്പിപ്പൊക്കോട്ടെ, ഇനിയിപ്പോ എന്ത് ചോദിക്കാനാ? എന്താ മാഷയുടെ പെങ്ങടെ പേര്? സുഹാസിനി. സുഭാഷിണി. സുഭാഷിണി. സുഹാസിനി. സുഹാസിനി. സുഭാഷിണി. സുഭാഷിണി അല്ലേ? സുഹാസിനിയാണോ പെങ്ങള്? സുഭാഷിണിയാണോ പെങ്ങള്? അതിപ്പോ ദിനേരം പറഞ്ഞ സുഹാസിനി മൂത്ത പെങ്ങള്, സുഭാഷിണി ഇളയ പെങ്ങള്. അവരെ വിട്ടുനിൽക്കുന്നുള്ള വിഷമം കാരണം മാഷ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. സംസാരിച്ച അപ്പ കരയും. അതാ ദിനകരം വരണമെന്ന് പറഞ്ഞത്. അതാണ് കൊച്ചിഷ്ണ സ്നേഹത്തിന്റെ ശക്തി. വ്യക്തിബന്ധങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കുന്ന മാഷ പോലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളനും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് തിരിച്ചുകൊണ്ട് തരുമെന്ന് മാത്രമല്ല, വന്ന് കാല് പിടിക്കും. സത്യം പറയാമല്ലോ മാഷെ, മാഷ പരിചയപ്പെട്ട ശേഷം ഈ പോലീസ് വേഷം വലിച്ചെറിഞ്ഞിട്ട് വല്ല മാഷും ആയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എനിക്ക് ഈ ജോലി മടുത്തു. സത്യം പറഞ്ഞാൽ മടുത്തു. സാരല്ലേ ഇൻസ്പെക്ടറെ, ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നീരസങ്ങളും ഒക്കെ ഉണ്ടാവും. മാഷ്മാരുടെ ജോലി അത്ര സുഖമുള്ള കാര്യമാണെന്ന് ആരാ പറഞ്ഞേ? എത്ര ടീച്ചർമാരുടെ പ്രശ്നങ്ങളാ അവരുടെ തലയെ കിടക്കണേ, അല്ലേ? അതെ അതെ അല്ലേ? അതെ. ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട. ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധി. എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക. കള്ളൻ തന്നെ വന്ന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അത്രേ. ഏട്ടാ, ഏട്ടനേക്കാൾ വലിയൊരു കള്ളൻ ഈ ലോകത്ത് എവിടെയുണ്ട്. അവൻ ആരായാലും ശരി, അവന്റെ കൂടെ ഒരു 5-6 മാസം താമസിക്കുന്നത് നല്ലതാ. ഏട്ടൻ ഇത്തിരി വിവരം വെക്കും. ഒരു ധാവണയും കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടികളെ കഴുത്തി കയറി പിടിച്ചില്ലേ? അവൾ അകത്തുണ്ട്. തുലാം 16 മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് ഈ കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരിക്കുറിപ്പ് മറക്കും. ഇല്ലേ? ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും. പൊന്നപ്പാ, ഭാസ്കര, പിടിയാ അവളെ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് പളർത്തി കളയും ഞാൻ. എന്താ എന്താ ഇവിടെ എന്താ മാഷ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നേരാ, എനിക്കൊരു പ്രശ്നമുണ്ട്. ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഇവൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോയാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളെന്റെ പെങ്ങളുടെ മോളാ. പേര് ചിന്നമ്മണി. അച്ഛനും അമ്മയും മരിച്ചുപോയ മോള്. ഇത്തിരി കൈക്കരുത്തും മനസ്സിലൊരു പിശാചുണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. അച്ഛാ, എന്താ മാഷ ഇത്? ഇയാൾക്കെന്താ പ്രാന്തായോ? തനിക്കെന്താ പ്രാന്തായോ? എടോ ചിന്ന കുറിപ്പ്, ഇത് മാഷയുടെ വീട്ടിലെ കുട്ടിയാ. മാഷയുടെ പെങ്ങള് സുഭാഷിന്റെ മോള്. അത് സുഹാസിനിയുടെ. ഇവളെ പ്രസവിക്കാൻ ഇയാൾക്ക് എവിടുന്ന ഒരു പെങ്ങളെ കിട്ടിയത്?
ഇവൻ ഒരു STD ആണെന്നാണ് തോന്നുന്നത്. മാസ്റ്റർ പരാതി എഴുതിത്ത ഞാനിപ്പോ അവന്റെ കോഡ് കറക്കി അടിച്ച് മാറ്റിത്തരാം. വേണ്ട, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അച്ഛനും ചിന്നമണി വാ. അങ്ങനെ പോയാൽ എങ്ങനെ? പ്ലീസ് ഒരു പരാതി എഴുതി തരൂ. പേപ്പർ സ്റ്റേഷനിൽ നിന്ന് എടുക്കട്ടെ. ദേ, നിങ്ങൾ എല്ലാവരും പറ, ഞാൻ ഈ ചിന്നക്കുറിപ്പിനെതിരെ പരാതി കൊടുക്കണോ? അത് അവള് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? പിന്നെ അവളല്ലാതെ അവിടെ പ്രേത മാഷുടെ പെങ്ങളുടെ മോളാണത്ര ഇപ്പൊ അവള്. അയാൾക്ക് അങ്ങനെ ഒരു പെങ്ങളയില്ലെന്നാ തുമ്പശ്ശേരി പറഞ്ഞത്. പിന്നെ ഇവളെ പ്രസവിക്കാനായിട്ട് ഇപ്പൊ അയാൾക്ക് അവിടെ പെങ്ങളെ കിട്ടിയത്? അവളും അങ്ങനെ പറഞ്ഞു. പറഞ്ഞല്ലേ ഈ പറയണേ? ഓടിപ്പോകുന്നതും തൂങ്ങി മരിക്കുന്നതും ഒക്കെ പിന്നെയും സഹിക്കാം. എന്നാൽ ഇതങ്ങനെയാണോ? സ്വന്തം നാട്ടിലെ വേറൊരു വീട്ടിൽ ഏതോ ഒരു പേരും പറഞ്ഞ് അങ്ങനെ കഴിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാതെ അവളാണെന്ന്. എന്നാൽ അവക്കോ നമ്മളാരാണെന്നിട്ട് അറിയൂല. നല്ല പേടിണ്ടാവും കുട്ടിക്ക്. അതങ്ങനെ മാറി കിട്ടിയ അവള് വരി. എന്ത് പേടിയപ്പോ മാറി കിട്ടണ്ടേ? പൊന്നു പോലല്ലേ ഞാൻ അവളെ നോക്കിയേ. അച്ഛനോ അമ്മയോ അല്ലാത്ത വിഷമം ആ കുട്ടി ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ? അമ്മ നോക്കിക്കോ, ആൾമാറാട്ടം 1-2 ദിവസം നടത്താം. മരണം വരെ നടത്താൻ പറ്റുമോ? അവൾ ആരാണെന്ന് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുറെ നാട്ടുകാര് ചെണ്ട കൊട്ടിയതുകൊണ്ടോ ജയ് വിളിച്ചതുകൊണ്ടോ ചിന്നക്കുറിപ്പിന് ഒരു പതർച്ചയും വരില്ല. ശക്തി കൂടെയുള്ളൂ, ശക്തി കൂടെയുള്ളൂ. ആരാ? ആ, ആളനക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിന്നക്കുറിപ്പ് സ്ത്രീവേഷം കിട്ടി വരികയെന്ന്. പേടിക്കണ്ട, എന്നെ പോലുള്ള നല്ല മനുഷ്യന്മാര് ഒരു നല്ല കാര്യം ചെയ്താ ജീവൻ പണയം വെച്ച് നാട്ടുകാർ കാവലുണ്ടാവും. അതാണ് ദിനകരൻ. രാധയുടെ ഏട്ടൻ ഇത്ര നല്ല മനുഷ്യനാന്ന് ഞാൻ വിചാരിച്ചില്ല. ആരുടെ ഏട്ടെന്നാ വിളിച്ചത്? രാധയുടെ ഏട്ടൻ. അപ്പോ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും എന്നെ രാധയുടെ ഏട്ടനായിട്ടാ കാണുന്ന? മതി, സന്തോഷായി. സ്ത്രീവേഷായാലും പുരുഷവേഷായാലും മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. കാര്യം കാണുന്നവരെ കണ്ണീരും കഴുത്തിലൊരു കയറും. കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ രാധയുടെ ഏട്ടൻ അല്ലെ മാഷ്ടെ മോൻ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വിട്ടോളൂ 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 അയ്യോ, ദേ, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കേട്ടൂടെ? വിട്ടോളൂ, എല്ലാം വിട്ടോളൂ. രാധയുടെ ഏട്ടൻ, രാധയുടെ ഏട്ടൻ. സാരമില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം ചിന്തിക്കണമെന്നില്ലോ. പിന്നെ ഒരു നിവൃത്തിയുള്ളൂ. ദൈവം കാണിച്ചിരുന്ന വഴി ഏതാണാവോ ആ വഴിയിൽ അങ്ങോട്ട് പോവുക. കരയണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നെ രാധയുടെ മാത്രം ഏട്ടനാക്കിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചിന്നമണിക്ക് അറിയോ, ശരിക്കും പറഞ്ഞ ഞാൻ രാധയുടെ മാത്രം ഏട്ടനല്ല. ഏട്ടെന്ന് മാത്രമല്ല, ഞാനൊരു മനുഷ്യനേ അല്ല. ഞാനൊരു ദേവനാ, ദിനകരദേവൻ. ദിനകരൻ എന്ന് പറഞ്ഞ സൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞ ചൂടൻ. ഞാനൊരു വലിയ ചൂടനാ. എന്റെ അച്ഛൻ എന്നെക്കാളും വലിയ ചൂടനാണ്. ദേവന്മാർക്ക് ചിറകുണ്ടാവുന്ന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, എനിക്കും ചിറകുണ്ടല്ലോ. ദാ തൊട്ട് നോക്ക്. അവിടെ അല്ല, ഇവിടെ ചിറക് മുളയ്ക്കുന്ന സ്ഥലത്ത് തൊട്ട് നോക്ക്. ഇല്ലേ, ചിറകില്ലേ? ഉണ്ട്, വെൽവെറ്റ് പോലെ നല്ലൊരു ചിറകുണ്ട്. ശരിയാ, എന്റെ ചിറകും എന്റെ മനസ്സും മനസ്സിനകത്ത് സ്വപ്നങ്ങളും ഒക്കെ വെൽവെറ്റ് പോലെയാ. രുക്മിണി ഏതാദ്യം പറയണേ? രുക്മിണിയല്ല, ചിന്നമണി. ചിന്നമണി, എന്റെ മാത്രം ചിന്നമണി. എന്റെ ദൈവമേ, അഴിക്ക്. നിന്റെ ഷർട്ട് ഒന്ന് അഴിക്ക്. ഈ ഷർട്ട് എന്തിനാ അഴിക്കുന്നേ? അച്ഛനത് പാകാവൂല. അഴിക്കടാ, നിന്റെ ചിറകും പൂടിയൊക്കെ ഞാനും ഒന്ന് കാണട്ടെ. അപ്പൊ എല്ലാം കേട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ കൊള്ളാം. മനസ്സിലൊരു കിളിക്കൂടും കെട്ടി അവളെ പിടിച്ച് അതിന്റെ കൊമ്പത്തൊന്നിരുത്തണ്ട. അവളെ നിന്റെ ഒരു പെങ്ങളെ പോലെ മാത്രം കണ്ടാ മതി. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ഒരു പെങ്ങൾ എനിക്കുണ്ട്. ഒന്നിൽ കൂടുതൽ പെങ്ങന്മാരെ സഹിക്കാനുള്ള മാനസികാവസ്ഥ തൽക്കാലം എനിക്കില്ല. അതെന്താ ഇല്ലാത്ത? ഇല്ല, അത്ര തന്നെ. അവളെ പിന്നെ തിരിച്ചു കൊടുക്കാതെ നമ്മളോട് വെച്ചോണ്ടിരിക്കാൻ പോവാ.
തിരിച്ചു കൊടുക്കാൻ ചിന്നക്കുറിപ്പിന്റെ അവിടെ നിന്ന് അവളെ പലിശക്കെടുത്തൊന്നുമല്ലോ. അവളെ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരെങ്കിലും എടുക്കാമെന്നാ കൊല്ലിഞ്ഞാൻ. അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സിനകത്തൊരു കിളിക്കൂടി ഞാൻ വച്ചുപോയി. ഇനി ആ കിളിക്കൂട് കാത്തുരക്ഷിക്കേണ്ട ചുമതല ഞാൻ അച്ഛന് തന്നിരിക്കുന്നു. എനിക്ക് അച്ഛൻ അത്ര വിശ്വാസമാ. അത് ഞാൻ ഏറ്റു. അച്ഛാ അച്ഛൻ എന്താ വീണ്ടും തപ്പണേ? നിന്റെ ചിറകൻ ഞാനും ഒന്ന് കാണട്ടെ. എന്റെ സമ്മതം കിട്ടാതെ നീയെങ്ങാനും പറന്നുപോയാ ഞാനും എന്റെ 2 പെൺമക്കളും ഒറ്റയ്ക്കാവേ. പോ അച്ഛാ. തമാശക്ക് തല്ലിയതാ. തമാശ അച്ഛനെ പിന്നെ